നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 6.5 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി കസ്റ്റംസ്. ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുന്നതിനിടെയാണ് 6.5 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ വയനാട് സ്വദേശി അബ്ദുൾ സമദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ ഹൈബ്രിഡ് കഞ്ചാവിന് വിപണിയിൽ 1 കിലോയ്ക്ക് 1 കോടിയോളം രൂപ വില വരും. ഇത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിലെ, ഈ ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണോ അബ്ദുൾ സമദ്? ഇതിന് മുൻപ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടോ? ഏറ്റവും 6.4 കോടി രൂപ വിലമതിക്കുന്ന 6446 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. വയനാട് സ്വദേശിയാണ് ഇത് കൊണ്ടുവന്നത്. വയനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സമദ് ആണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. ഈ വിയറ്റ് ജെറ്റ് എയർവേസിലായിരുന്നു ഇയാൾ ഇത് കൊണ്ടുവന്നത്. ബാങ്കോക്കിൽ നിന്നും വിയറ്റ്നാം വഴി കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ ബാഗിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. എന്തായാലും ഈ അടുത്തിടയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ പിടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ ഈ വയനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുളിന് പക്കൽ നിന്നും പോലീസ് കസ്റ്റംസ് കണ്ടെടുത്തത്. എന്തായാലും ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇത് ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് മാരകമായിട്ടുള്ള ലഹരി കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, ഇത് ആർക്കു വേണ്ടിയാണ് ഇയാൾ കൊണ്ടുവന്നതെന്ന്, കൊച്ചിയിലേക്ക് എത്തിച്ചുവെങ്കിൽ ആരിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊച്ചിയിലേക്ക് എത്തിച്ചതെന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. അതിനൊക്കെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് കസ്റ്റംസിന്റെയും തീരുമാനം. മുൻപും സമാനമായ രീതിയിൽ ഇയാൾ എത്തിച്ചിട്ടുണ്ടെന്നൊരു വിവരം കൂടി പിടിയിലായ സമദ് ഈ ലഹരിയുടെ ഇടപാടുകാരനാണോ, ഈ ലഹരി മാഫിയയിലെ കണ്ണിയാണോ, അതോ വെറും കാരിയർ മാത്രമാണോ? അത് പോലീസ് പുറത്തുവിടുന്നില്ല. കസ്റ്റംസ് ആ വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. എന്തായാലും ഇയാൾ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ ആണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. മുൻപും ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ വില കൂടിയ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന വയനാട് സ്വദേശി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി കസ്റ്റംസ് കടക്കുക. ഒപ്പം ഇയാൾ കേരളത്തിലേക്ക് ഈ ലഹരി എത്തിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇത് നൽകുന്നത്, ആരിലേക്കാണ് എത്തുന്നത്? പ്രധാനമായും കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, യുവാക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ലഹരി വിൽപ്പന നടത്തുന്നതെന്നൊരു മൊഴി ഇയാൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇതൊക്കെ ഇവിടെ ആരിലേക്കാണ് എത്തിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ഇതിൽ പങ്കാളികളാണോ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കസ്റ്റംസ് ഇയാളെ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. രഹസ്യവിവരം ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നതും ബാങ്കോക്ക് വഴിയാണ് ഇയാൾ ഈ ലഹരി എത്തിച്ചത് എന്നുകൂടി കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത്, ഇയാൾ ബാങ്കോക്കിലേക്ക് പോയതെന്നാണ്. സാധാരണ ഈ ടൂറിസ്റ്റ് വിസയിൽ നിരവധി ചെറുപ്പക്കാർ ബാങ്കോക്കിലേക്ക് പോകും, തായ്ലാൻഡിലേക്ക് പോകും. അതിനുശേഷം അവിടെ നിന്നും തിരികെ വരുന്നവരുടെ കയ്യിലാണ് ഈ ലഹരി കൊടുത്തുവിടുന്നത്. ഈ ലഹരി കടത്താൻ വേണ്ടി മാത്രം ബാങ്കോക്കിലേക്ക് പോയതാണോ സമദ്? അങ്ങനെ തന്നെയാണ് കസ്റ്റംസ് പറയുന്നത്. ഇയാൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇയാളുടെ കയ്യിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ ഇയാളെ പിടികൂടുകയുമായിരുന്നു. നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മുൻപും ഇത്തരത്തിൽ ബാങ്കോക്കിലൂടെ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നും ലഹരി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, ഇവിടെ ആർക്കൊക്കെയാണ് ഈ ലഹരി വിതരണം ചെയ്യുന്നത്, ഇയാൾ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഒരു കാരിയർ മാത്രമാണോ അല്ലെങ്കിൽ ഈ ലഹരി എത്തിച്ച മുഖ്യ ഒരു കണ്ണി തന്നെയാണോ ഇയാൾ എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും
വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരും. എന്നാലും ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് പ്രകാരം ഇയാൾ ഇത്രയും വില കൂടിയ ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ കോടികൾ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത് എന്നത് മാത്രമാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.